ഇതാണ് മേരി മാക്ടലിൻ ചർച്ച്. ഈ കാണുന്ന കുഞ്ഞു പള്ളിയാണ് ഇന്ന് ലോകമറിയുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് കേട്ടോ ഈ VSSC ഉള്ളത്. എന്നാൽ ഇവിടെ താമസമാക്കിയിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് കാണാൻ പോകുന്നത്. ഇതെങ്ങനെ ഓടിപ്പോയാൽ കാണാൻ പറ്റുന്ന സ്ഥലമല്ല കേട്ടോ. അതിനുവേണ്ടി നമ്മൾ അവരുടെ സൈറ്റിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡിങ് ആധാർ നമ്പറും കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ജിമെയിലിലോട്ട് അവരുടെ ഒരു അപ്രൂവൽ വരും. അതിനുശേഷം മാത്രമേ നമ്മളെ അവർ അതിൻ്റെ ഉള്ളിലോട്ട് കടത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. കൊല്ലങ്ങൾക്ക് മുമ്പ് വിക്രം സാരാഭായും ഹോമി ജഹാംഗീർ ബാബയും കൂടിയിട്ട് കാന്തിക ഭൂമധ്യരേഖയുടെ സാമീപ്യം ഏറ്റവും കൂടുതലുള്ള തുമ്പയിൽ സ്പേസ് സെൻറ്റർ തുടങ്ങാനായിട്ട് അനുവാദം ചോദിച്ചു. എന്നാൽ ഈ സ്ഥലത്താണ് നമ്മുടെ ഈ കുഞ്ഞ് ചർച്ച ഉണ്ടായിരുന്നത് കേട്ടോ. ഒരു നല്ല കാര്യത്തിനാണെന്നും നമ്മുടെ നാടിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് മതവിശ്വാസികൾ ഈ സ്ഥലം സ്പേസ് സെൻറ്ററിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് കേട്ടോ ഉണ്ടായത്. അതുകൊണ്ടൊക്കെ തന്നെ ആ പള്ളി ഇന്നും സ്പേസ് സെൻറ്ററിൻ്റെ ഉള്ളിൽ ഒരു മ്യൂസിയമായിട്ട് ഉണ്ട് കേട്ടോ. പിന്നീട് അവിടെ ഉണ്ടായതൊക്കെ ചരിത്ര നിമിഷങ്ങളാണ്. ഇന്ന് അവിടെ സൗണ്ടിങ് റോക്കറ്റുകളാണ് കൂടുതലും വിക്ഷേപിക്കുന്നത്. മാസത്തിലെ എല്ലാ 3-ാമത്തെ ബുധനാഴ്ചയും അവിടെ റോക്കറ്റ് ലോഞ്ചിങ് ഉണ്ട്. എനിക്കതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. നമ്മൾ വിളിച്ചു ചോദിച്ച് രജിസ്റ്റർ ചെയ്തിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോഞ്ചിങ് കാണാൻ പറ്റും. സൺഡേ ഒഴികെയുള്ള എല്ലാ ദിവസവും ഇവിടുത്തെ മ്യൂസിയം ഓപ്പൺ ആണ്. ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. ലോഞ്ചിങ് ആണെങ്കിലും മ്യൂസിയം വിസിറ്റ് ആണെങ്കിലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ബസ്സിൽ നമുക്കിതൊക്കെ ചുറ്റിക്കാണാം. VSSC കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മൾ ഇന്ത്യക്കാരോട് ഒരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ തോന്നും കേട്ടോ. തിരുവനന്തപുരത്തുള്ളവരാണെങ്കിലും കാണാൻ വരുന്നവരാണെങ്കിലും സ്പേസ് സെൻറ്റർ ഒരു വട്ടെങ്കിലും കാണാൻ ശ്രമിക്കണേ.